ഈശോ ശരിക്കും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്നുണ്ടോ? എന്നെ നോക്കുന്നുണ്ടോ? എന്നെ അവൻ കാണുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. ആ സംശയം പൂർണ്ണമായി മാറിപ്പോയത് ആ നൗഷേറ്റ് കാലഘട്ടത്തിലെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആരാധനയ്ക്കിരുന്ന സമയത്താണ്. ചാപ്പലിൽ അന്നെന്തോ ഞാൻ അല്പം നേരത്തെ പോയെന്ന് തോന്നുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കർത്താവിനോട് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു അൾത്താരയിൽ, ആ അരളിക്കയിൽ ഞാൻ അവനെ ഇങ്ങനെ ഇടപെടാതെ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, കർത്താവേ, എൻ്റെ ഉള്ളിൽ ചെറിയ സഹനങ്ങളുണ്ട്, ചെറിയ വേദനകളുണ്ട്, അതിലുപരി ചില സംശയങ്ങളുണ്ട്. നീ എനിക്കൊരു തെളിവ് തരണം. ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവിനെ ഞാൻ അരളിക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട രൂപം ഗെത്സമൻ തോട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മുഖമാണ്. എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ അരളിക്കയിൽ, ആ വെള്ള അപ്പത്തിൽ ഞാൻ കണ്ടത് ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ രൂപമാണ്. എൻ്റെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള എല്ലാ കോൺസെപ്റ്റുകളും മാറിപ്പോയത് അവിടെയാണ്. നമ്മൾ തിയോളജി പഠിച്ചാലും ഫിലോസഫി പഠിച്ചാലും ഇത്രത്തോളം ഒരു ദൈവിക അനുഭവം എനിക്ക് ലഭിക്കില്ല. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എനിക്ക് വേണ്ടത് അറിവല്ല, അനുഭവമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു.